ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് സീസൺ ചരിത്രത്തിൽ ആദ്യമായിട്ട് എടുത്ത ഒരു കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസിൻ്റെ തന്നെ ചലഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബിഗ് ബോസിനെതിരെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ലാലേട്ടന് എതിരെ സംസാരിക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് ധൈര്യപൂർവ്വം, ഞാൻ പറയുന്നത് അതൊരു അഹങ്കാരമായിട്ടില്ല, ധൈര്യപൂർവ്വം സംസാരിച്ചിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റോ അത് അനുമോളാണ്. ഇന്ന് ലൈവിൽ കണ്ടതാണ്. അതായത് ഇന്നത്തെ നോമിനേഷൻ ഉണ്ടല്ലോ, എവിക്ഷൻ, ആ ഒരു പ്രോസസ്സിൽ അനുമോള് നോമിനേഷനിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന രണ്ട് കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഒന്ന് അക്ബറും രണ്ട് നെവിനുമാണ്. അപ്പോൾ ആദ്യം സെലക്ട് ചെയ്തത് നെവിനെയാണ്. അപ്പോൾ നെവിനെ കുറിച്ചിട്ട് അനുമോൾ എന്തുകൊണ്ടാണ് നെവിനെ നോമിനേഷനിലേക്ക് ഇടുന്നത്, എവിക്ഷനിലേക്കുള്ള നോമിനേഷൻ എന്തുകൊണ്ട് നെവിനെ ഇടുന്നത് വ്യക്തമായിട്ട് അനുമോൾ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയധികം കണ്ടസ്റ്റൻസ് ഈ നോമിനേഷൻ നടത്തിയതിൽ വളരെയധികം കൃത്യമായ കാരണങ്ങൾ സഹിതം നോമിനേറ്റ് ചെയ്ത ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് അത് അനുമോളായിരിക്കും. പ്രത്യേകിച്ച് നെവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, നെവിനെ കുറിച്ച് പറഞ്ഞതൊക്കെ നമ്മൾ ഇവിടെ പ്രേക്ഷകർ പുറത്തിരുന്ന് ചർച്ച ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. അനുമോള് അതിനകത്ത് ഒന്നും തന്നെ അറിയാതെ, പ്രേക്ഷക പിന്തുണ എന്താണെന്ന് അറിയില്ല, ഇവിടെ നടക്കുന്ന ചർച്ചകൾ എന്താണെന്ന് അറിയില്ല, അല്ലേ, അങ്ങനെ ഒന്നും അറിയാതെയാണ് അനുമോൾ അതിനകത്ത് ഇന്ന് പറയുന്നത്. അത് അനുമോൾ പറഞ്ഞത് എന്താണെന്നറിയോ, നെവിൻ എന്ത് തന്നെ ചെയ്താലും ബിഗ് ബോസ് കണ്ണടയ്ക്കുന്നു, ലാലേട്ടൻ അത് എൻ്റർടൈൻ ചെയ്യുന്നു, അതുകൊണ്ട് നെവിന് ഭയങ്കര ധൈര്യം നിൽക്കണം, എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ. അയാൾ ഒരു തരത്തിലുള്ള ഗുണ്ടായിസം പോലെയാണ് ഇതിനകത്ത് നിൽക്കുന്നത് എന്നുള്ള രീതിയിലാണ് അനുമോൾ പറഞ്ഞിരിക്കുന്നത്. സത്യമല്ലേ, നമ്മളിവിടെ നിന്ന് പറയുന്നത് അയാൾ എന്താണ് ഈ കാട്ടിക്കൊടുത്തത്, അയാൾക്ക് എന്ത് കാണിച്ചാലും തന്നെ ബിഗ് ബോസിന് യാതൊരു തരത്തിലുള്ള എതിർപ്പുകളും ഇല്ല, ചോദ്യം ചെയ്യപ്പെടുന്നില്ല. ലാലേട്ടൻ അത് കൂടുതലായിട്ട് ചോദിച്ച് അയാൾ വഴക്ക് പറയുന്നില്ല. പിന്നെ ഒരു ക്യാപ്റ്റൻസി ടാസ്കിൽ അനുമോൾക്കാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ടാസ്ക് കൊടുത്തത്. ആ ടാസ്കിൽ തന്നെ നെവിൻ കൂടുതൽ ഇൻവോൾവ് ചെയ്ത് ആ മൂന്നാളുടെ ഇടയിൽ കിടന്ന് കളിച്ച്, ഇങ്ങനെ ആദ്യമായിട്ടാണ് ക്യാപ്റ്റൻസി ടാസ്ക് ചെയ്യുന്ന മൂന്നാളുടെ ഇടയിൽ മറ്റൊരു കണ്ടസ്റ്റൻസ് കയറി വന്ന് അതിനെ താറുമാറാക്കുന്നത്. എന്നിട്ട് പോലും ബിഗ് ബോസ് ആ സമയത്ത് താക്കീത് കൊടുത്തിട്ടില്ല. ഈ വീക്കെൻഡ് എപ്പിസോഡിലും അതിനെ കുറിച്ചിട്ട് പരാമർശിച്ചില്ല എന്നുള്ളത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അനുമോൾ പറഞ്ഞത് 100% ശരിയാണ്, അല്ലേ. ബിഗ് ബോസ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ലാലേട്ടൻ വീക്കെൻഡിൽ പല കാര്യങ്ങളും ചോദിക്കുന്നില്ല. അപ്പോൾ അവന് എന്തും ചെയ്യാം എന്ന രീതിയിലാണ് ഇപ്പോൾ ബിഗ് ബോസിനകത്ത് പോകുന്നത്. എന്നെ ഒരുപാട് ഹെറാസ് ചെയ്യുന്നു, എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അനുമോൾ തുറന്ന് പറഞ്ഞിരുന്നത്. സത്യം വേണമെങ്കിൽ ബിഗ് ബോസ് ഇങ്ങനെ ചെയ്യുന്നു എന്നൊരു കണ്ടസ്റ്റൻറ്റ് നേരിട്ട് പറയുക എന്ന് വെച്ചാൽ അതിന് കുറച്ച് ഗട്ട്സ് വേണം കേട്ടോ. അതൊരു ലേഡി കണ്ടസ്റ്റൻറ്റ് കാണിച്ചു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അവർ പറഞ്ഞു ബിഗ് ബോസിന് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ അത് തള്ളാം, ഞങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് ബിഗ് ബോസിന് പറയാം. അത് ചെയ്തു എന്നുള്ളത് പുറത്ത് ചർച്ച ചെയ്യുമ്പോഴാണ് അനുമോൾ അതിനകത്തിരുന്ന് ഇത് പറയുന്നത്. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷം തോന്നി. അനുമോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സിംഗപ്പെണ്ണ് തന്നെയാണ് കേട്ടോ. എത്ര ആൾക്കാർ കുറ്റം പറഞ്ഞാലും ധൈര്യപൂർവ്വം കാര്യങ്ങൾ വെട്ടി തുറന്ന് പറഞ്ഞു. പിന്നെ അക്ബറിൻ്റെ കാര്യം, ഇപ്പോഴും അനുമോൾക്ക് അക്ബർ ചെയ്ത ആ ഒരു പാവ ഗെയിമിൽ ചെയ്തിട്ടുള്ള ആ ഒരു ആക്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് അനുമോൾ മാറ്റി വയ്ക്കുന്നുണ്ട്. പക്ഷേ അനുമോൾ ഫിസിക്കലായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിപ്പിച്ചു എന്ന രീതിയിൽ അക്ബർ അങ്ങനെ ചെയ്തു എന്നുള്ളത് അനുമോൾ പറയുന്നുണ്ട്. പിന്നെ അക്ബറിന് ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ട്, അക്ബർ നല്ല രീതിയിലല്ല വാക്കുകൾ പ്രയോഗിക്കുന്നത്, ഇത്തരത്തിലുള്ള ഒരുപാട് പരാമർശങ്ങൾ അനുമോൾ പറയുകയുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അനുമോളുടെ ഒരു കാര്യം ശരിക്കും അതിനകത്ത് ഓരോ വ്യക്തിയും ഓരോ കണ്ടന്റ് എങ്ങനെയായിരിക്കും പുറത്ത് പോയിട്ടുണ്ടാവുക എന്നുള്ളത് ഈ അനുമോള് വളരെയധികം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഒരു നല്ല ഗെയിമർക്ക് വേണ്ടത്, അല്ലേ, നല്ലൊരു ഗെയിമർ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ എങ്ങനെയായിരിക്കും പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടാവുക, എങ്ങനെയായിരിക്കും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുക, അതൊക്കെ മനസ്സിലാക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ഇന്ന് എവിക്ഷനിൽ നോമിനേഷൻ ചെയ്തിട്ടുള്ള അനുമോളുടെ ഈ ഒരു പ്രോസസ്സ് നടന്നത്. ഭയങ്കര സന്തോഷം തോന്നി. എന്തായാലും ലാലേട്ടൻ ഒരേ പ്രതികൂട്ടി നിർത്തിയ പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. ലാലേട്ടൻ ഒരുപാട് വളം വെച്ച് കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് അനുമോൾ പറഞ്ഞത്. സത്യമല്ലേ, ഏത് വീക്കെൻഡിലാണ് നെവിനെതിരായിട്ട് ലാലേട്ടൻ സംസാരിച്ചിട്ടുള്ളത്? അയാൾ വളിച്ച ഒരു തമാശകളും ഓരോ ആക്ടുകളും ലാലേട്ടൻ ചിരിക്കണോ വേണ്ടയോ എന്ന രീതിയിൽ പോലും നിന്ന് സഹിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അനുമോളെ എന്തായാലും ബിഗ് ബോസ് സീസണിൻ്റെ ഒരു ടോപ്പ് 5-ലും കഴിഞ്ഞ് ടോപ്പ് 3-ലും അതിൻ്റെ കപ്പ് തന്നെ എടുക്കാൻ പറ്റാത്ത നിങ്ങളൊരു ലേഡി കണ്ടസ്റ്റൻ്റ് എന്ന രീതിയിൽ എനിക്ക് എന്തായാലും നല്ല ഒരു അഭിമാനം തോന്നുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അനുമോള്.